ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണ്ടേ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു കുറച്ച് നേരം. എന്തോ നല്ലതൊന്നും എന്താ പറയുക, എങ്ങനെയാണ് തുടങ്ങുകയെന്നറിയാത്തൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇന്ന് ഫീൽഡിൽ പോയി എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചാലോ തോന്നി. അപ്പോൾ അങ്ങനെ ആ അനുഭവം പങ്കുവെക്കാമെന്ന് വിചാരിച്ചു വന്നു. ഞങ്ങളുടെ ഈ ഫീൽഡ് വർക്ക് ആവുക കാരണം നമുക്കെന്താണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള ആൾക്കാരെ കാണേണ്ടതായിട്ട് വരും. പല സ്വഭാവക്കാരെ. ഒരു കണക്കിന് നല്ലതാണ് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് പല തരത്തിലുള്ള ആൾക്കാരെ, പല സ്വഭാവക്കാരെ, അങ്ങനെ പല പ്രത്യേകതകളുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫീൽഡ് പോയപ്പോൾ നല്ലൊരു ക്യാഷുള്ളൊരു സ്വർണ്ണപ്പണിക്കാരനെ കണ്ടു. ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. അപ്പോൾ അയാളിനായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ നല്ല മാന്യമായ രീതിയിൽ സംസാരിച്ചു കേട്ടോ. എല്ലാവരും മാന്യമായിട്ട് രീതിയിൽ സംസാരിക്കാത്ത ആൾക്കാരൊന്നുമല്ല. പക്ഷേ ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ, ചിലർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കാശുണ്ട് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് കാണിക്കും ചില ആൾക്കാർ. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് കേട്ടോ, ദുർലഭം ചില ആൾക്കാർ. പക്ഷേ ഇയാൾക്ക് കാശുണ്ടെങ്കിലും കൂടി അയാൾ നല്ലൊരു പെരുമാറ്റം അയാളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാശുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഭാവം അയാൾ കാണിക്കാണ്ട് എന്തോന്ന് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ നിങ്ങളെ ഇങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരേനെയൊക്കെ എനിക്ക് ബഹുമാനമാണ്. ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതകളുണ്ട്. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്ത് ജോലി ആയാലും, ഏത് ജോലി ആയാലും ഇപ്പോൾ അത് വിചാരിച്ച് എന്താ പറയുക, മോഷ്ടിക്കുന്ന ആൾക്ക് അതിൻ്റേതായ ഇതുണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. വേറെ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരും, നല്ല രീതിയിൽ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരാളുടെ കൈക്കോട്ട് കളിക്കാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ അടുക്കളപ്പണിക്ക് പോയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റേതായ മാന്യതകളുണ്ട്. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതകളുണ്ട്. അപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞു, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി ചെയ്യുക. ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യത എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ നല്ലൊരു പെരുമാറ്റമാണ്. പോളിസി നമുക്ക് ബിസിനസ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമുക്കൊരു ഫീൽഡ് ചെല്ലുമ്പോൾ നല്ലൊരു അനുഭവം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്ക് മുന്നോട്ടുള്ള ആ യാത്രയിൽ അതൊരു ഉഷാറ് തരും, ഒരു ഉണർവ്. നമുക്ക് വർക്ക് ചെയ്യാനൊരു ഉണർവ് കിട്ടും. അപ്പോൾ നമ്മളുടെ വീട്ടിലായാലും അത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് നല്ല രീതിയിൽ അയാൾ എങ്ങനത്തെ ആളോ ആയിക്കോട്ടെ, അയാൾ ചിലപ്പോൾ എന്തെങ്കിലും സ്വഭാവമുള്ള ആളോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന രീതി നന്നാവുക. നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും അയാൾ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുക. അയാൾ ചീത്തയാന്ന് വിചാരിച്ച് നമ്മൾ അയാളോട് അതേമാതിരി പെരുമാറിയാലല്ലേ അയാൾ നമ്മൾ ഒരേമാതിരി ആവുള്ളൂ. അപ്പോൾ അയാൾ ചീത്ത സ്വഭാവം എന്തുള്ളതോ ആയിക്കോട്ടെ, നമ്മൾ അയാളോട് നന്നായിട്ട് പെരുമാറുക. അയാൾ ചീത്ത ആളാണെങ്കിൽ പോലും അയാൾ നമ്മളോട് ഇങ്ങോട്ട് നന്നായിട്ടേ പെരുമാറും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് അതൊക്കെ. അങ്ങനെയാണ് എനിക്ക് പല അനുഭവങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. കാരണം എത്ര ചീത്ത ആൾക്കാരായിട്ട് നമ്മൾ പെരുമാറുകയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന ഒരു രീതിയിൽ നന്നായിട്ട് നിന്നാൽ നമുക്ക് ഇങ്ങോട്ട് എത്ര സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരായാലും നമുക്ക് ഇങ്ങോട്ട് നല്ലൊരു പരിഗണന അവർ തരും. നമ്മളോട് നല്ല രീതിയിൽ മാത്രമേ അവർ പെരുമാറുള്ളൂ. അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് പെരുമാറുന്നതിനനുസരിച്ച് അവർ നമ്മളോട് തീർച്ചയായിട്ടും അതുമാതിരി തന്നെ പെരുമാറും. അപ്പോൾ ഇന്നിപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ചേട്ടൻ ഒരു നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി അവൾ എന്നോട് പറഞ്ഞു, ഇന്നത്തെ വർക്കിനൊരു ഉഷാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങാൻ ഞങ്ങൾക്കൊരു സന്തോഷം തോന്നി. കാരണം നമുക്ക് എവിടെയും ഒരു പരിഗണന കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടായി. ഫീൽഡിൽ പോകുമ്പോൾ പല തരക്കാരല്ലേ ഉണ്ടാവുക. എന്തൊക്കെ സ്വഭാവമുള്ള ആൾക്കാരാവും. അപ്പോൾ എല്ലായിടത്തും ചെന്നാലും നല്ല ആളുകളും ഉണ്ടാവും, ചീത്ത ആളുകളും ഉണ്ടാവും. അത് വിചാരിച്ച് എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് തോന്നി. അതുകൊണ്ട് വീഡിയോയിൽ വന്നു.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.